യോഗശാസ്ത്രം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട യോഗസൂത്രത്തിൽ പതഞ്ജലി മഹർഷിയെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പതഞ്ജലി മഹർഷി യോഗികളാകാനായിട്ട് ശ്രമിക്കുന്നവർ സന്തോഷവാന്മാരാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ആത്മാവിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് അവർ ആനന്ദത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. ആനന്ദത്തിലേക്ക് പോകാനായിട്ടുള്ള വിവിധ മാർഗങ്ങൾ അവരിങ്ങനെ അവലംബിച്ചുകൊണ്ടിരിക്കും. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പോലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങളുടെ യോഗം ഇവർ ആനന്ദത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അടുത്ത ഘട്ടത്തിൽ അവർക്ക് കൂടുതൽ ഡിപ്രഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് വേറെ അതിൻ്റെ ഹയർ ലെവലിലുള്ള ലഹരിയിലേക്ക് ചിന്തിക്കുന്നു. ഈ ആയുസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വേറെ വളരെയധികം കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ആയുസ് എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ്. ഈ ചിരിക്കുന്ന സമയത്ത് ഈ എൻഡോർഫിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറഞ്ഞ ചില ഹോർമോൺസ് നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് സ്വാഭാവികമായിട്ട് നമ്മളുടെ വേദനകൾ ഇല്ലാതാക്കുന്നു, ബോഡി പെയിൻസൊക്കെ ഇല്ലാതാക്കുന്നു, നല്ല ഉറക്കം തരുന്നു, നല്ല ഓക്സിജൻ സർക്കുലേഷൻ ഉണ്ടാകുന്നു. ഇതെല്ലാം സംഭവിക്കുന്ന കാര്യമാണ്. ഒരിക്കലും തന്നെ ഇച്ചിരി അല്പായുസുകളാക്കില്ല. അപ്പോൾ അത് ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും അല്പായുസുകളായിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും പോലും ആയുസ് ഇല്ലായിരുന്നവരായിരിക്കും. ഈ അതേ കാര്യമാണ് ഈ ലോകം മുഴുവൻ സിനിമ പ്രചരിപ്പിച്ച ചാർലി ചാപ്ലിനും ചെയ്തതാണ്. ഈ പലതരത്തിലുള്ള ആക്ഷൻ സിനിമകളും മറ്റ് ഹൊറർ സിനിമകളൊക്കെ ആദ്യം പരീക്ഷിച്ചെങ്കിലും ഈ ചാർലി ചാപ്ലിൻ്റെ സിനിമയാണ് ലോകവ്യാപകമായിട്ട് ആദ്യമായിട്ട് സിനിമ എന്ന് പറയുന്നൊരു മാധ്യമത്തിൽ തന്നെ എത്തിച്ചത്. അത് ചിരിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. നമസ്കാരം സ്വാമിജി. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ലാഫി മെഡിറ്റേഷൻ എന്താണെന്ന് നമുക്കിപ്പോൾ ഈ എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. സ്വാമിജിയെ ചിരിസ്വാമി എന്നാണ് പലരും വിളിക്കുന്നത്. ചിരിസ്വാമി, അനിൽ സ്വാമി എന്ന് പറഞ്ഞാൽ ചിരിസ്വാമിയാണ്. അതായത് എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ദേഷ്യപ്പെടാറില്ല അങ്ങ്. അപ്പോൾ നമ്മൾ ഇപ്പം എന്താണ് ഈ ലാഫി മെഡിറ്റേഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് അറിയേണ്ടത്. ലാഫി മെഡിറ്റേഷനെ കുറിച്ച് നമുക്ക് കുറച്ച് വിശദമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. കാരണം ഈ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബുദ്ധ പാരമ്പര്യത്തെ പറ്റി പറഞ്ഞു, ഓഷോയുടെ കാര്യം പറഞ്ഞു. ഓഷോയിൽ നിന്നാണ് ലാഫിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് യോഗശാസ്ത്രം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട യോഗസൂത്രത്തിൽ പതഞ്ജലി മഹർഷിയെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പതഞ്ജലി മഹർഷി യോഗികളാകാനായിട്ട് ശ്രമിക്കുന്നവർ സന്തോഷവാന്മാരാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് യമനിയമാദികളിൽ സന്തോഷം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലാക്കണം. അഹിംസ, അസ്തയം, അപരിഗ്രാഹ്യം, ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റേ സത്യാഹിംസ, ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നതിന് കൊണ്ട് സന്തോഷം എന്തിനു ഉൾപ്പെടുത്തി ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് ഈ ഓരോ ആത്മാവിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് അവർ ആനന്ദത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. ആനന്ദത്തിലേക്ക് പോകാനായിട്ടുള്ള വിവിധ മാർഗങ്ങൾ അവരിങ്ങനെ അവലംബിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പോലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങളുടെ യോഗം ഇവർ ആനന്ദത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അടുത്ത ഘട്ടത്തിൽ അവർക്ക് കൂടുതൽ ഡിപ്രഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് വേറെ അതിൻ്റെ ഹയർ ലെവലിലുള്ള ലഹരിയിലേക്ക് ചിന്തിക്കുന്നു. നമ്മൾ ഒരു കൊച്ചുകുട്ടിയെ പോലും നമ്മളൊരു ചായ കൊടുത്ത് ശീലിപ്പിക്കുമ്പോൾ പോലും അങ്ങനെയാണ് ആരംഭിക്കുന്നത്. നമ്മൾ ലഹരിയിലേക്ക് ആരംഭിക്കും. ഒരു ചോക്ലേറ്റിൽ കൊക്കോ ചോക്ലേറ്റ് വാങ്ങിച്ച് കൊടുക്കുമ്പോഴത്തേക്ക്, ക്യാരറ്റീസ് ചോക്ലേറ്റ് പോലുള്ള കൊക്കോ ചോക്ലേറ്റ് വാങ്ങിച്ച് കൊടുക്കുമ്പോൾ പോലും അവർ ലഹരിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ ആധ്യാത്മികത ഒരു ലഹരിയായി കഴിഞ്ഞാൽ മറ്റ് ലഹരിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഓഷോയെ കാണാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും മോഹൻ ഭാരതി എന്ന് പറഞ്ഞ ഓഷോയുടെ ഒരു ശിഷ്യൻ ട്രിച്ചിയിലൊരു ആശ്രമം നടത്തിയിരുന്നു. അവിടെ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും ആയിട്ട് പോയിട്ട് ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഓഷോയുടെ പലതരത്തിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഡൈനാമിക് മെഡിറ്റേഷൻ ആണെങ്കിലും കുണ്ടലിനി മെഡിറ്റേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ടെക്നിക്സ് ഉള്ളതിൽ ലാഫിംഗ് മെഡിറ്റേഷൻ്റെ ഒരു ടെക്നിക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് നമ്മൾ വളരെയധികം ഓരോരുത്തരും ഓരോ കാര്യമായിരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും എനിക്ക് ചെറുപ്പം മുതലേ ശരി വളരെ താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ടും, ഇപ്പോൾ എൻ്റെ മറ്റൊരു അടുത്ത ഗുരു എന്ന് പറഞ്ഞാൽ ശ്രീ അശോക് ഇരുന്നാലാണെങ്കിൽ എപ്പോഴും തമാശകൾ പറയുകയും ഒക്കെ ചെയ്യുന്നൊരു ആളാണ്. ഓഷോ ആണെങ്കിൽ ഹിംസെൽഫ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചുകളിൽ ഉടനീളം നമുക്ക് കാണാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശകൾ പറയുക. അത് കുറച്ച് അർണസോളി തമാശ പോലും അദ്ദേഹം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ തമാശയിലൂടെ ഒരാൾ ചിരിക്കുന്ന സമയത്ത് അയാളുടെ ബുദ്ധി കുറച്ചുകൂടെ പ്രചോദിതമാകും. ഈ സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ അറ്റൻഷൻ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മളൊരു വലിയൊരു ഷോ കാണാൻ പോകുമ്പോഴത്തന്നെ കണ്ടിട്ടില്ലേ, കോമഡി ഷോയ്ക്ക് വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. കോമഡി ഷോ കാണുമ്പോഴത്തേക്ക് ഒരു ദിവസം ഈ വ്യൂവേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ടി വിയിലൊക്കെ ആണെങ്കിലും വളരെ കൂടുതലായിട്ട് കാണാം. ഒരു വലിയൊരു സ്റ്റേജ് ഷോയിലാണെങ്കിലും ഇടയ്ക്ക് മിമിക്രി, ഹാസ്യകലാ പ്രകടനങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത്
മോണോ ആക്ടൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെല്ലാം ഈ ബേസ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ എന്താണ് ഈ ഹാസ്യത്തിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഒരു എന്താണ് നമ്മുടെ ഒരു സാധനാ പദ്ധതിയായിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു എന്താണ് ലാഫിംഗ് മെഡിറ്റേഷൻ്റെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് ഉടനീളം കേരളത്തിലുടനീളം പിന്നെ ഒരുപാട് വിദേശികളെയും പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം വിദേശികൾ എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോയിട്ടല്ല പഠിപ്പിച്ചത്, ഇവിടെ കോവളത്താണെങ്കിലും തിരുവല്ലാത്തൊരു റിസോർട്ടിൽ, പിന്നെ നമ്മുടെ വർക്കല പാപനാശത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് ഉല്ലാസിൻ്റെ ഒരു യോഗ സെൻറ്ററിൽ ഇവിടെയൊക്കെ പഠിപ്പിച്ച് ഒരുപാട് വിദേശികളെ പഠിപ്പിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറി ഈ ലാഫിംഗ് മെഡിറ്റേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ ശിഷ്യന്മാരുടെ കാലം മുതലേ തുടങ്ങിയതാണ്. ഈ വളരെ തടിയുള്ള നമ്മളെ ശിഷ്യന്മാരുടെ ചില ബൊമ്മകളൊക്കെ നമ്മളിങ്ങനെ വാങ്ങിച്ചു വയ്ക്കാറില്ലേ, അത് ഈ ലാഫിംഗ് മിസ്റ്റിക്സ് എന്നറിയപ്പെടുന്ന ചില ഗുരുക്കന്മാരുടെ ബൊമ്മകളാണ്. അപ്പോൾ ഇത് ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നൊക്കെ വളരെ ഇപ്പോൾ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ അതിനകത്ത് ഇവർ ചെയ്തിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ 4-5 പേര് ഒരു കവലയിലേക്ക് വരുന്നു, എന്നിട്ട് അവർ വെറുതെ ചിരിച്ചു തുടങ്ങുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ ഇവരിന്ന് ചിരിക്കുന്നു. അപ്പം ഈ ചിരി കേട്ടുകൊണ്ട് ചില ആൾക്കാർ വന്ന് നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഭ്രാന്താണോ എന്തൊക്കെ തോന്നി ചുറ്റും കൂടുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ ഈ കൂടിയവരും അറിയാതെ ചിരിച്ചു പോകുന്നു. ഇത് കണ്ട് മറ്റുള്ളവരും ചിരിക്കുന്നു. ഈ ചിരി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആയുസ് കൂട്ടും എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ ചിരി കണ്ടിട്ട് ഈ ചിരി ഇങ്ങനെ പിന്തുടർന്ന് ആ കവല മുഴുവനും പിന്നെ ഗലികളിലേക്കും ചിരി പോകുമ്പോൾ ഇവർ സ്വസ്ഥമായിട്ട് ധ്യാനത്തിലേക്കിരിക്കുന്നു. ഇതാണ് ലാഫിംഗ് മെഡിറ്റേഷൻ്റെ ടെക്നിക്ക്. ഈ ടെക്നിക്കാണ് നമ്മളെല്ലാം ഉപയോഗപ്പെടുത്തുന്നത്. ഒരു പല രീതികളിൽ ആളുകളെ ചിരിപ്പിച്ചതിന് ശേഷം അവരെ സ്വസ്ഥരായിട്ടിരിക്കാനായിട്ട് പറയുന്നു. അപ്പോഴവരിൽ ധ്യാനം സംഭവിക്കുന്നു. ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ഒരു സംശയമാണ്, നമ്മൾ മലയാള സിനിമയിൽ കുടുകുടാ ചിരിപ്പിച്ച ഒരുപാട് നായകന്മാരുണ്ട്, ഉപനായകന്മാരുണ്ടായിരുന്നു. അതിൽ പലരും ഇപ്പം ജീവിച്ചിരിപ്പില്ല. അത് ഏറ്റവും കൂടുതൽ കോമഡി പറഞ്ഞും മറ്റുള്ളവരെ ചിരിപ്പിച്ചിരിക്കുന്ന ഈ വ്യക്തികളാണ് മരണപ്പെട്ടു പോയത്. യഥാർത്ഥത്തിൽ ചിരി എന്ന് പറയുന്നത് ഒരുപാട് നന്നായിട്ട് ചിരിക്കുമ്പോൾ ആയുസ് കൂടുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികൾ മറ്റുള്ളവരെ ചിരിപ്പിച്ച ഇവരൊക്കെ പെട്ടെന്ന് അല്പായുസിൽ ആണ് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, എനിക്ക് ഈ സിനിമയിൽ അവർ കലാകാരന്മാരാണ്. അപ്പോൾ അവർ ഈ ജീവിതത്തിൽ ചിരിക്കണമെന്നില്ല. പക്ഷേ ഈ ചിരിപ്പിച്ചവരാരും അധികം അല്പായുസുകളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയ ആസിയ സാമ്രാട്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്ന അടർബാസി വളരെ കാലം ജീവിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ജഗദീഷ് ശ്രീമാറിനെ എടുത്ത് നോക്കൂ. അദ്ദേഹം വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടും അദ്ദേഹം ഇപ്പോഴും നേരത്തെ ആൾക്കാരെ ചിരിപ്പിച്ച പുണ്യം കൊണ്ടായിരിക്കും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, പ്രശ്നമില്ലാതെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇത് ഒരു ഫാൾസായിട്ടുള്ള നോളജാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചാർലി ചാപ്ലിന് വളരെ അധികം കാലം ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഈ ചിരിക്കുന്ന സമയത്ത് തന്നെയും അദ്ദേഹം പറയുന്നത് താനുള്ളിൽ ദുഃഖിതനാണെന്ന് പറഞ്ഞിരുന്ന ആളുമാണ്. അപ്പോൾ അത് മറക്കാനും കൂടി ചിരി ഉപയോഗപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഈ ആ ഒരു പ്രസ്താവന അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആയുസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത് വേറെ വളരെയധികം കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ആയുസ്സെന്നും പറയുന്ന മറ്റൊരു കാര്യമാണ്. ഈ ചിരിക്കുന്ന സമയത്ത് ഈ എൻഡോർഫിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറഞ്ഞ ചില ഹോർമോൺസ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. അത് സ്വാഭാവികമായിട്ട് നമ്മളുടെ വേദനകൾ ഇല്ലാതാക്കുന്നു, ബോഡി പെയിൻസൊക്കെ ഇല്ലാതാക്കുന്നു, നല്ല ഉറക്കം തരുന്നു, നല്ല ഓക്സിജൻ സർക്കുലേഷൻ ഉണ്ടാകുന്നു. ഇതെല്ലാം സംഭവിക്കുന്ന കാര്യമാണ്. ഒരിക്കലും തന്നെ ശരി അല്പായുസുകളാക്കില്ല. അപ്പോൾ അത് ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും അല്പായുസുകളായിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും പോലും ആയുസ് ഇല്ലായിരുന്നവരായിരിക്കും. അതാണ് എൻ്റെ സത്യം. അപ്പോൾ അവർ ചിലപ്പോൾ വളരെ നന്ന ചെറുപ്പത്തിൽ മരിക്കേണ്ടവരായിരിക്കും. ചിരിപ്പിച്ചും അവർ കുറച്ചാലും കൂടെ ജീവിച്ചിരുന്നു വേണമെങ്കിലും പറയാൻ പറ്റും. ഒരിക്കലും അതുകൊണ്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ആധ്യാത്മിക ജീവിതത്തിൽ ചിരിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു. സാധാരണ ഭൗതിക ജീവിതത്തിൽ ഒരു ചിരി എത്രമാത്രം ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നു? അപ്പോൾ ഈ ഭൗതിക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആധ്യാത്മിക ജീവിതം എന്താണെന്നും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ ഭൗതിക ജീവിതത്തിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കുടുംബം, സമ്പത്ത്, പാരമ്പര്യം ഇതെല്ലാം ഉണ്ടാക്കിയാണ് ഈ ഭൗതിക ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതിന് ഇപ്പോൾ മറ്റൊരു ചൈനീസ് പഴമൊഴി അധികരിച്ച് പറയുകയാണെങ്കിൽ, ചിരിക്കാൻ അറിയാത്ത ഒരു കട തുടങ്ങാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത്. ഒരു ചെറിയ പെട്ടിക്കട പോലും തുടങ്ങാൻ പാടില്ല.
കാരണം നമ്മൾ നമ്മുടെ അടുത്ത സമീപവാസികളായിട്ടുള്ള ആൾക്കാരെ നോക്കുക, അല്ലെങ്കിൽ 2 പെട്ടിക്കട നോക്കുക. ഒരു പെട്ടിക്കടയിലിരിക്കുന്ന ആൾ എന്താണ് വളരെ ചിരിച്ച് സംസാരിച്ചുകൊണ്ട് സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നു, മറ്റേ ആൾ വളരെ ദുർമുഖനായിട്ടിരിക്കുന്നു. കൂടുതൽ ആളുകളും സന്തോഷവാനായിട്ടുള്ള ആളുടെ അടുത്തായിരിക്കും പോകാനായിട്ട് ആഗ്രഹിക്കും. നമ്മുടെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് വരുന്നു, ഒന്ന് കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞ് എല്ലാ കുട്ടികളുടെ അടുത്തെല്ലാം രസകരമായിട്ട് പെരുമാറുന്ന ടീച്ചേഴ്സിന് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടും, സ്വാഭാവികമല്ലേ? ഈ അതേ കാര്യമാണ് ഈ ലോകം മുഴുവൻ സിനിമ പ്രചരിപ്പിച്ച ചാർലി ചാപ്ലിൻ ചെയ്തതാണ്. ഈ മറ്റേ പലതരത്തിലുള്ള ആക്ഷൻ സിനിമകളും മറ്റ് ഹൊറർ സിനിമകളൊക്കെ ആദ്യം പരീക്ഷിച്ചെങ്കിലും ഈ ചാർലി ചാപ്ലിൻ്റെ സിനിമയാണ് ലോകവ്യാപകമായിട്ട് ആദ്യമായിട്ട് സിനിമ എന്ന് പറയുന്നൊരു മാധ്യമത്തിൽ തന്നെ എത്തിച്ചത്. അത് ചിരിയാണ് അതിൻ്റെ പിന്നിലുള്ള. പിന്നെ അതിനെ തുടർന്ന് പലതരത്തിലുള്ള ചില സിനിമകൾ വരും, പിന്നെ അത് വളരെ ശാഖോപശാഖകളായിട്ട് പോവുകയും ചെയ്തു. ഓക്കെ, സോ ഈ ചിരി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിൽ മനുഷ്യൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രാവിലെയുള്ള സമയങ്ങളിലൊക്കെ ഇപ്പോൾ പല സ്റ്റേഡിയങ്ങളിലും മറ്റും ഒക്കെ ചിരി സദസ്സുകൾ ഉണ്ടാക്കുന്നു ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതെല്ലാം അവർ വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ ക്യാൻസർ, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഒക്കെ ഈ ചിരി ഒരു ഔഷധമായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഭ്രാന്താശുപത്രിയിൽ പോലും നമ്മൾ പരീക്ഷിച്ചപ്പോഴത്തേക്ക് വലിയ മാറ്റമുണ്ട്. അപ്പോൾ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ ഡിപ്രഷനിൽ നിന്ന് പലരും മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു സത്യമാണ്. നമ്മളെവിടെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം വിജയിച്ചിട്ടേ ഉള്ളൂ. പിന്നെ അത് തുടർന്ന് പോകുന്ന ഇപ്പോൾ പല പദ്ധതികളും ഉണ്ട് എന്നുള്ളത് വളരെയധികം അംഗീകരിക്കപ്പെട്ട സംഗതിയാണ്. അത് മാത്രവുമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ആനന്ദത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള തലമുറയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡ്രഗ്സിലേക്കും ഒക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. മദ്യത്തിലേക്കും ഡ്രഗ്സിലേക്കൊക്കെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഈ ശാശ്വതമായിട്ടുള്ള ഒരു ആനന്ദം അവർക്ക് നൽകുകയില്ല. കൂടുതൽ അവരുടെ ശാരീരികവും ബുദ്ധിപരവുമായിട്ടുള്ള ഒരു ഡിപ്രഷനിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇവരെ ആനന്ദത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മറ്റൊരു മാർഗം ധ്യാനവും സംഗീതവും ചിരിയും ഒക്കെ ചേർന്ന ഒരു പദ്ധതിയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരു ആവശ്യമായിട്ടുള്ളത്. സ്വാമിജി, ഹാസ്യത്തിന് ഭയങ്കര പ്രാധാന്യമാണ്. യഥാർത്ഥത്തിൽ ഒരു നടൻ ഹാസ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെയാണ് ഹാസ്യം പുറത്തു വരുന്നത്, അതോ ഭാവവിനയത്തിലൂടെയാണോ പുറത്തു വരേണ്ടത്? അത് ഈ നമ്മളീ പറഞ്ഞ കോണ്ടസ്റ്റിൽ അത്ര വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാൻ പറയാം, ഈ ആദ്യകാലത്ത് ഉള്ള സിനിമകളിൽ ഈ ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ചാർലി ചാപ്ലിൻ്റെ സിനിമകളിലൊന്നും ഡയലോഗ്സ് ഇല്ലായിരുന്നല്ലോ. അന്നും ചിരിച്ചിരുന്നില്ലേ? അത് അപ്പോൾ ഈ ഡയലോഗ്സ് അല്ല പ്രധാനമായിട്ട്, ഭാവവും അദ്ദേഹത്തിൻ്റെ ആക്ഷൻസാണ് പ്രധാനപ്പെട്ട ക്രിയകൾ. അദ്ദേഹം ചെയ്യുന്ന ക്രിയകളിലുള്ള ടൈമിങ്ങും ഒക്കെയാണ് പലപ്പോഴും സിനിമകളിലുണ്ട്. ഇപ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ ചില സിനിമകൾ, ലാലേട്ടൻ്റെ സിനിമകൾ ചിലപ്പോൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് പല പ്രിയദർശൻ പടങ്ങളിലും ഈ ഇത്തരം സീക്വൻസുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട് പഴയകാല സിനിമകളിൽ. അപ്പോൾ അതിനകത്ത് കൂടുതലും ഈ ആക്ഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിസ്സാരമായിട്ട് ഒരു കസേരയിലിരിക്കും, കസേരയിൽ ഒട്ടിപ്പിടിച്ച് പോകുന്ന, പശയിൽ ഒട്ടിപ്പിടിച്ച് പോകുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ കസേരയിൽ നിന്ന് ഇളക്കാനാണ്. ഇത് നേരത്തെ സിനിമയിൽ വന്നിട്ടുള്ളതാണ്. എങ്കിൽ പോലും അത് നന്നായിട്ട് പെർഫോം ചെയ്തപ്പോൾ അവിടെ ഒന്നും ഡയലോഗും മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു സ്റ്റേജിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ഡയലോഗുകൾ, ഒരു കാര്യം പറയുന്നു, അതിന് കൗണ്ടർ പറയുന്നു, അങ്ങനെയുള്ള ഒരു തഗ് ഹ്യൂമറിൻ്റെ ഒരു കാര്യമുണ്ട്. അത് ഉദ്ദേശിച്ചായിരിക്കും ചിലപ്പോൾ ഈ ചോദ്യം ചോദിക്കാനായിട്ട് കാരണമായെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത് രണ്ടും പ്രധാനമാണെങ്കിൽ തന്നെയും ഈ ഡയലോഗ് മാത്രമല്ല, വെറുതെ ഒരാൾ ചിരിക്കുന്ന കണ്ടാൽ പോലും നമുക്ക് ചിരിക്കാൻ പറ്റും, ഒന്നും പറയേണ്ട കാര്യമില്ല. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ലാഫിംഗ് മിസ്റ്റേക്കുകളുടെ കാര്യം. അവർ വെറുതെ ചിരിക്കുന്നേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല, തമാശ പറയുന്നില്ല. പണ്ട് നമ്മൾ സിനിമയിൽ നോക്കുമ്പോഴത്തേക്ക് അടർബാസി വരുന്നു, അടർബാസി വന്നിട്ട് ഒരു പഴം തിന്നുന്നു, പഴം തിന്നതിന് ശേഷം തൊലിയിടുന്നു, നടന്നു വരുന്ന ബഹദൂർ അതിൽ തൊലിയിൽ ചവിട്ടി മറിഞ്ഞു വീഴുന്നു. അന്ന് അത്രയും മതിയായിരുന്നു ചിരി. നമ്മൾ കുട്ടികളൊക്കെ ചിരിക്കുമായിരുന്നു, അന്ന് കുട്ടികളെല്ലാം മുറിഞ്ഞു ചിരിക്കുമായിരുന്നു. കാരണം അത് സിനിമ തന്നെ ഒരു അത്ഭുതമാണ്, അവർക്ക് ഒരു കൗതുകമാണ് അന്ന്. ഇപ്പം അതൊന്നും പോരാ. ഇപ്പോൾ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ആക്ഷൻസും ഡയലോഗ്സും എല്ലാം കൂടി ചേർന്ന് വരേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് മറ്റൊരു കാര്യം. അപ്പോൾ ചിരിക്കുക എന്നുള്ളത് ഒരാളുടെ നേച്ചറാക്കി എടുത്തു കഴിഞ്ഞാൽ ഏതിലും അവന് അവൻ്റെ ബുദ്ധി കൗതുകത്തോടു കൂടി ഹാസ്യങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ഈ വിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ഇമ്പൾസ് എന്നാണ് അതിനർത്ഥം.